വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യൂട്ട് ലിറ്റിൽ ഹാർട്ടാണ്. ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ആണ്, കാരണം ഇത് കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അധികം നൂലും വേണ്ട, സാധനങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ഹുക്കും ഒരു യാൺ കളറും ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഈ ഒരു ഹാർട്ട് ഉണ്ടാക്കാം. സോ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു റെഡ് കളർ യാണും ഓർ ഏത് കളറായാലും കുഴപ്പമില്ല, പിന്നെ ഒരു 3.5 mm ഹുക്കാണ്. സോ യാൺ എത്ര വലിപ്പമുള്ളതായാലും കുഴപ്പമില്ല, യാൺ ഏത് സൈസായാലും കുഴപ്പമില്ല, ആ യാണൊത്ത ഒരു ഹുക്ക് സൈസും നിങ്ങൾ എടുക്കുക. പിന്നെ നമുക്ക് സിസേഴ്സ് വേണം, വേറെ ഒന്നും വേണ്ട. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാജിക് റിംഗ് ആണ്. അപ്പോൾ യാൺ നമ്മളിങ്ങനെ പറ്റുമ്പോൾ വെക്കാം, എന്നിട്ട് പിടിക്കുക. എന്നിട്ട് നമ്മൾ അടിഭാഗത്ത് എക്സ് ഷേപ്പിലാക്കുക, മോൾ ഭാഗത്ത് പാരലായിട്ടും പിടിക്കാം. ഇതിങ്ങനെ മോൾ ഭാഗത്ത് ഇങ്ങനെയും അടിഭാഗത്ത് എക്സ് ഫോമിലുമാണ് വരേണ്ടത്. മോൾ ഭാഗത്ത് ഇങ്ങനെ, അടിഭാഗത്ത് ഇങ്ങനെ. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ പിടിക്കാം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിലൂടെ ഉക്കിടാം, എന്നിട്ട് ഇതെടുക്കാം. ഓക്കെ, എന്നിട്ട് ഇങ്ങോട്ട് തിരിക്കാം. എന്നിട്ട് ഇതെടുത്തിട്ട് ഇങ്ങനെ അതിലൂടെ ചെയിൻ വണ്ണാക്കാം. കണ്ടോ, ഈ ചെയിൻ വണ്ണാക്കുന്നതിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കാനാണ്. നിങ്ങൾക്ക് ഈ ഇത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടിയും കാണാം. നിങ്ങൾക്ക് ഞാൻ മാജിക് സർക്കിളിൻ്റെ വേറൊരു മെത്തേഡ് സജസ്റ്റ് ചെയ്യാം. സോ വേറൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു നോട്ട് ഇടാം, സ്ലിപ്പ് നോട്ട്. ഇത് മാജിക് ചെയ്യാൻ പറ്റാത്തവർ മാത്രം ഇത് ചെയ്താൽ മതി. ഞാൻ എന്തായാലും മാജിക് റിംഗ് വഴിയായിരിക്കും സ്ലിപ്പ് നോട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനാദ്യം നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം, എന്നിട്ട് ജസ്റ്റ് ഇതിൽ കൂടെ എടുത്ത് ഇങ്ങനെ ടൈറ്റ് ചെയ്യാം. ഇതാണൊരു സ്ലിപ്പ് നോട്ട്. സ്ലിപ്പ് നോട്ടിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ഷോർട്ട് തന്നെ ആയിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ആ ഷോർട്ട് കാണാം. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്നിട്ട് നമ്മളെ യാൺ ഹോൾഡ് ചെയ്യാം. അപ്പോൾ ഈ മിഡിൽ ഫിംഗറും തം ഫിംഗറും കൊണ്ടാണ് നമ്മൾ യാൺ പിടിക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജസ്റ്റ് ഒന്ന് യാണൊന്ന് ഇങ്ങനെ ഇരുന്നാൽ മതി, ചൂണ്ടുവിരലിൻ്റെ ആ ഭാഗത്ത് ഇങ്ങനെ ഇരുന്നാൽ മതി. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പിടിക്കാം, നിങ്ങൾക്ക് കംഫർട്ടബിൾ എങ്ങനെയാണ് അങ്ങനെ പിടിക്കാം. എന്നിട്ട് ഞാനിങ്ങനെ പിടിച്ചു. ഇനി ചെയിൻ 1 ആക്കാം, ചെയിൻ 2 ആക്കാം, ചെയിൻ 3, ഇനി ചെയിൻ 4. ഇത്ര ആക്കിയിട്ട് നിർത്താം. അത് കൂടുതലായി നമ്മളൊന്ന് ശരിയാക്കി ചെയിൻ 4 ആക്കി. ഇനി ഈ ഫസ്റ്റ് സ്റ്റിച്ചിലോട്ട് ഉപ്പിടുക, എന്നിട്ട് യാൺ വലിക്കുക. അപ്പം നമ്മളെ ഇതുമ്പോൾ 2 ലൂപ്പുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമല്ലോ. 2 ലൂപ്പുണ്ട്. ആ ഒന്നാമത്തെ ലൂപ്പ് രണ്ടാമത്തെ ലൂപ്പ് കൂടെ വലിക്കാം. ഇപ്പം ഞങ്ങൾ മാജിക് സർക്കിൾ പോലത്തെ ഒരു സംഭവമാണ് കിട്ടിയത്. ഇതിൻ്റെ നടുക്കിലൊരു ഹോളുണ്ട്. ആ ഹോളിലാണ് നമ്മൾ ഇനി എല്ലാ ഡബിൾ ക്രോഷ്യയും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാജിക് സർക്കിൾ ചെയ്യാൻ പറ്റാത്തവർ മാത്രം ചെയ്താൽ മതി. ഞാൻ മാജിക് സർക്കിളാണ് ചെയ്യുക. നിങ്ങൾക്ക് ഈ മെത്തേഡ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ മാജിക് സർക്കിൾ ചെയ്ത് ചെയിൻ 1 ചെയ്ത് ഇനി നമ്മൾ 2 ചെയിനും കൂടി ചെയ്യണം. ഇനിയിപ്പോൾ നിങ്ങൾ മറ്റേ മെത്തേഡിൽ കൂടെ ചെയ്തവരാണെങ്കിൽ നിങ്ങൾ 3 ചെയിൻ സെപ്പറേറ്റ് ചെയ്യണം. പക്ഷെ മാജിക് റിങ്ങിൽ നമ്മൾ ആദ്യം തന്നെ ചെയിൻ ചെയ്തുകൊണ്ട് 2 ചെയ്താൽ മതി. മറ്റേ മെത്തേഡ് ചെയ്യണവർ 3 ചെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇനി സെയിം ആണ്, നമ്മൾ ഏത് മെത്തേഡ് ചെയ്താലും ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്യുന്നത്. ഈ ഹോളിലേക്ക് നമ്മൾക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യാം. അപ്പം യാൺ ഓവറാക്കി ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് നമ്മൾ യാൺ ഇങ്ങോട്ട് തിരിച്ചു കൊടുന്നു. ഇനി 2 ലൂപ്പിൽ കൂടെ കടത്താം, പിന്നെ യാൺ ഓവറാക്കാം, 2 ലൂപ്പിൽ കൂടെ കടത്താം. അപ്പം ഇതാണൊരു ഡബിൾ ക്രോഷ്യ. ഇനി ഒരു 10 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യണം. ടോട്ടൽ 11 ഡബിൾ ക്രോഷ്യ. ഇനി നമുക്കപ്പോൾ യാൺ ഓവറാക്കാം, എന്നിട്ട് ഈ ഹോളിലേക്ക് ഇടാം. മറ്റേ മെത്തേഡ് ചെയ്യണവർക്ക് ആ ഹോള് ഞാൻ കാണിച്ചു തന്നില്ലേ, അതിലിടാം.
എന്നിട്ട് 2 ലൂപ്പിൽ കൂടെ എടുക്കാം. പിന്നെയാണ് ഉറക്കം 2 ലൂപ്പിൽ കൂടെ എടുക്കാം. അയ്യോ, ഇങ്ങനെ ഊരിപ്പോയാൽ നിങ്ങൾ തിരിച്ച് ഹുക്കടിലോട്ട് തന്നെ ഇടാം. ഇങ്ങനെ ടോട്ടൽ 11 ഡബിൾ ക്രോഷ്യ വരുന്ന വരെ നിങ്ങൾ ചെയ്യാം. നമുക്ക് ലാസ്റ്റ് നമ്മൾ 11 ഡബിൾ ക്രോഷ്യ ചെയ്തു. നമ്മളത് ഇങ്ങനെ ഇരിക്കും കാണാൻ. ഈ ഒരു വള്ളി കണ്ടോ, ഇത് നമ്മുടെ മാജിക് സർക്കിളിലും മറ്റേ മെത്തേഡ് ചെയ്തവർക്കും ഉണ്ടാവും ഇങ്ങനെ ഒരു വള്ളി. ഈ വള്ളി വലിച്ച് ഈ ഹോൾ എടുക്കാം. ഈ വള്ളി വലിക്കുന്നതോറും ഈ ഹോൾ ചെറുതായി നിൽക്കണം. അപ്പോൾ നന്നായി വലിച്ച് ഈ ഹോള് നന്നായിട്ട് അടക്കാം. അങ്ങനെ നമ്മൾ ഹോൾ അടിച്ചു. ഇപ്പോൾ കാണാൻ ഇങ്ങനെ ഇരിക്കും. ഞാൻ വലിച്ചിട്ടാണ് ഈ ഹോൾ അടിച്ചത്. പിന്നെ നമുക്ക് ഇവിടെ ചെയിൻ 3യിൽ 1 2 3 ചെയിൻ 3യുടെ ടോപ്പിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. കണ്ടോ, അപ്പം നമുക്കൊരു സർക്കിളല്ല നമ്മളെ കയ്യിലുണ്ട്. നമ്മൾ റൗണ്ട് 2യിലോട്ട് കടന്നു. അപ്പോൾ ഈ റൗണ്ട് 2ൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഈ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യും. നമ്മൾ ഈ നിൽക്കുന്ന സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റിച്ചും സ്കിപ്പ് ചെയ്ത് ഈ 3ാമത്തെ സ്റ്റിച്ചിലോട്ട് 8 ട്രബിൾ ക്രോഷ്യ ചെയ്യാൻ പോവാണ്. എന്നുവെച്ചാൽ ഇതും സ്കിപ്പ് ചെയ്തു, ഇതും ഇവിടെ നിന്ന് 3ാമത്തെ 1 2 3 ഈ 3ാമത്തേലാണ് 8 ട്രബിൾ ക്രോഷ്യ ചെയ്യാൻ പോകുന്നത്. 8 എണ്ണവും ആ ഒരൊറ്റ സ്റ്റിച്ചിലാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ട്രബിൾ ക്രോഷ്യ എങ്ങനെ ചെയ്യാൻ നോക്കാം. അത് നമ്മൾ 2 പ്രാവശ്യം ഞാൻ ഓറാക്കാം. എന്നിട്ട് ആ 3ാമത്തെ സ്റ്റിച്ചിലോട്ട് ഇടാം. എന്നിട്ട് ഞാൻ ഓറാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 4 ലൂപ്പുണ്ട്. നമ്മൾ യാണോ ഇറക്കി 2 ലൂപ്പിൽ കൂടെ എടുക്കും. ഇനി നമ്മൾ നോക്കുമ്പോൾ 3 ലൂപ്പുണ്ട്. നമ്മൾ യാണോ ഇറക്കി 2 കൂടെ എടുക്കും. ഇനിയും നമ്മൾ ഹുക്കുമ്പോൾ 2 ലൂപ്പ് ബാക്കിയാണ്. അത് നമ്മൾ യാണോ ഇറക്കി 2 ലൂപ്പിൽ കൂടെ എടുക്കും. ഇതാണ് ഒരു ട്രബിൾ ക്രോഷ്യ. ഇങ്ങനത്തെ 8 എണ്ണം ഈ സെയിം സ്റ്റിച്ചിൽ തന്നെ നമുക്ക് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഓരോന്ന് ചെയ്യുമ്പോഴും ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്യാം. സ്റ്റക്കൊക്കെ ആയാൽ നിങ്ങൾ യാണ് വല്ലത് കുടുങ്ങിയിട്ടുണ്ടോ നോക്കാം. എന്നിട്ട് ക്രഷ് ചെയ്യാം. അങ്ങനെ ഇനി നോക്കാം. 8 എണ്ണം 1 2 3 4 5 6 8 എണ്ണം ഉണ്ട്. ഇനി നമ്മൾ ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അവിടെ ഒരു സ്റ്റിച്ച് ഉണ്ട്. അപ്പോൾ അത് മിസ്സാവാണ്ട് നോക്കാം. ആ സ്റ്റിച്ചിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. അവിടെ ഡബിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത്. ഇനി അതിൻ്റെ പുറത്തുള്ള സ്റ്റിച്ചിലും ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇപ്പം നമ്മൾ ട്രബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ 2 DC 2 സ്റ്റിച്ചിലായിട്ട് ചെയ്ത് ഇനി നമ്മൾ വീണ്ടും DC ചെയ്യും. DCന്ന് അപ്പം നമ്മൾ അത് തൊട്ടപ്പുറത്തുള്ള ചെയ്യാം. DC ചെയ്തു. ഇനി നമ്മൾ ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ട്രബിൾ ക്രോഷ്യ ചെയ്യണം. 3 പ്രാവശ്യമല്ല 2 പ്രാവശ്യം ആണ് വറക്കാം. DCക്ക് 1 പ്രാവശ്യമാണ് വറക്കിയാൽ മതി. ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്. എന്നാലാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ഒരു ട്രബിൾ ക്രോഷ്യ ഒരുമിച്ച് ഒരു സ്റ്റിച്ചിൽ ചെയ്തു. നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെയിൻ 1 ആണ്.
അത് ചെയ്തു. ഇനി തൊട്ടപ്പുറത്തെ സ്റ്റിച്ചിൽ ഈ ചെയിൻ വൺ, ഇപ്പം നമ്മൾ പകുതി ഹാർട്ട് ചെയ്തു കണ്ടോ. ചെയിൻ വൺ എന്ന് പറഞ്ഞാൽ ഈ ഹാർട്ടിൻ്റെ ടിപ്പ് പോലെയാണ്. ഓക്കെ, ഇനി നമുക്ക് തൊട്ടടുത്ത സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷേ ചെയ്യാം. ഇനി അതേ സെയിം സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷേ ചെയ്യാം. സോറി, ഇനി നമ്മൾ വീണ്ടും 2 ഡബിൾ ക്രോഷേ ചെയ്യാം. അത് സെപ്പറേറ്റ് സ്റ്റിച്ചിലാണ് കണ്ടോ. ഇത് വേറെ സ്റ്റിച്ചിൽ, ഇതും വേറെ സ്റ്റിച്ചിൽ. ഇനി നമ്മൾ മുമ്പത്തെ പോലെ 8 ഡബിൾ ക്രോഷേ ഈ ഒരു ഡബിൾ അല്ല 8 ട്രിപ്പിൾ ക്രോഷേ ഈ ഒരു സ്റ്റിച്ചിൽ ചെയ്യും. ട്രിപ്പിൾ ക്രോഷേ ചെയ്യാം. ഇനി 8 എണ്ണം ഒരേ സ്റ്റിച്ചിലാണ് ചെയ്യേണ്ടത്. നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ്, പക്ഷെ നമ്മൾ ആ പ്രോസസ്സ് ഒന്ന് റിവേഴ്സിൽ ചെയ്തെന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ല ഹാർട്ടിൻ്റെ ടിപ്പ് നമ്മൾ അവിടെ ഉണ്ടാക്കിയിരുന്നു. അപ്പം അതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ ചെയ്യേണ്ടത് അതാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പം നമുക്ക് 8 എണ്ണം ചെയ്തിട്ട് കാണാം. പിന്നെ 2 ചെയ്തു, ഇനി ബാക്കി ചെയ്തിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ 8 ട്രിപ്പിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞു. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താ ഹാർട്ട് ഇത് ഒരു ഭംഗിയില്ലല്ലോ. പക്ഷേ വിഷമിക്കണ്ട, നമ്മൾ എവിടെയാണ് ആ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗമല്ലേ അവിടേക്ക് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചെടുക്കാം. ഷോർട്ടാക്കി പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങിയത് അവിടെ തന്നെ അവസാനിപ്പിക്കുക സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട്. ഇനി നമുക്ക് ഇപ്പം നമ്മളുടെ ഹുക്കാണ് ഇങ്ങനെ ഇരിക്കും, ഹുക്ക് പോലെ ഞാൻ കട്ട് ചെയ്യാം. എന്നിട്ട് ഹുക്ക് ഫസ്റ്റ് ഓഫ് ചെയ്ത് കളഞ്ഞാൽ മതി. പക്ഷെ എൻ്റെ കത്രിക കാണാനില്ല, സോ ഞാൻ വേറെ എന്തെങ്കിലും കൊണ്ട് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാൻ കട്ട് ചെയ്തു കണ്ടോ. കുറച്ച് നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഹൈഡാക്കണമെങ്കിൽ കുറച്ച് ഇങ്ങനെ നീളമുണ്ടെങ്കിൽ നല്ലതാവുള്ളൂ. നമുക്കിനി ഫസ്റ്റ് ഓഫ് ചെയ്യാം. ഈ ഒരു പ്രോസസ്സിനെയാണ് ഫാസ്റ്റ് ഓഫ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ നിൽക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇതിങ്ങനെ ഉപ്പിട്ടിട്ട് ഇങ്ങനെ വലിച്ചെടുക്കാം. എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇത് ഹൈഡാക്കാം. ഇതാണ് നമ്മളുടെ ഹാർട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ സെൻറ്ററിലത്തെ ഹോൾ ഓപ്പൺ ആവുകയാണെങ്കിൽ ഇതിങ്ങനെ ജസ്റ്റ് വലിച്ചു കൊടുത്താൽ മതി. സെൻറ്ററിലത്തെ ഹോൾ അടിഞ്ഞ് കിട്ടും. ഇനി 2 എൻഡും ഹൈഡാക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് കെട്ടിയിട്ട് വെട്ടി കളഞ്ഞാലും മതി. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതൊരു ക്യൂട്ട് പിന്നായിട്ടോ എന്തായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ബൈ.